ജിഷയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ദുരൂഹത. ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ എടുത്തില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് RDOയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയില്ല. മെഡിക്കൽ സർജന് പകരം പോസ്റ്റ്മോർട്ടം നടത്തിയത് PG വിദ്യാർത്ഥികൾ. ജിഷയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, അമ്മയെ മൃതദേഹം കാണിച്ചത് ശ്മശാനത്തിൽ വെച്ചെന്നും സ്ഥിരീകരണം. കൂടുതൽ വിശദാംശങ്ങൾ ഷാജഹാൻ നൽകും. ഷാജി, ഒക്കെ നോക്കിയാൽ ലാഘവത്തോടുകൂടിയുള്ള ഇടപെടലുകൾ, വീഴ്ചകളാണ് എവിടെയും സംഭവിച്ചിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും. അതും ബോധപൂർവമെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് കണ്ണോടിക്കുമ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ, നടപടികളിലൊക്കെയും ഇത്തരം വീഴ്ചകൾ പ്രതിഫലിക്കുന്നുണ്ടോ? എന്താണ് റിപ്പോർട്ട് ഒടുവിൽ ലഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? പ്രജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ദളിത് പെൺകുട്ടിയുടേതായതുകൊണ്ടാവാം പോലീസ് വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായപ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നപ്പോഴാണ് അതിക്രൂരമായിട്ടുള്ള, കേരളം ഞെട്ടുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നടന്നതെന്ന് ബോധ്യപ്പെട്ടത്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത ഉയർത്തിക്കൊണ്ടുവന്നതിന് ശേഷമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഭവ സ്ഥലത്തെത്താൻ പോലും തയ്യാറായത്. കേരളത്തെ ഞെട്ടിച്ച ഒരു പ്രശ്നം ഉണ്ടായിട്ടും അതിനെ ലാഘവത്തോടു കൂടി പോലീസ് നടപടിയാണ് പ്രതികളെ ഇത് ഇനിയും പിടികൂടാൻ കഴിയാതിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റവന്യൂ അധികാരികൾ, ഉദ്യോഗസ്ഥരുടെ RDO അല്ലെങ്കിൽ തഹസിൽദാർ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വീഡിയോ റെക്കോർഡിംഗും ഉണ്ടാവും. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഈ ഭാവിയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായാൽ ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ ശേഖരിച്ച് വയ്ക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോലീസ് തികച്ചും ലാഘവത്തോടു കൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്ര ദിവസം. അതായത് ഷാജി, ഒരുപക്ഷെ നാളെ കോടതിയിലേക്കൊക്കെ ഈ കേസിന്റെ തുടർ നടപടികൾ ചെന്നാൽ കൂടി പല രീതിയിലും പഴുതുകളൊക്കെയും ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഒക്കെയുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം വ്യക്തമായ രീതിയിൽ സ്പഷ്ടമായിട്ട് പ്രോസിക്യൂഷന് ശേഖരിക്കപ്പെടാവുന്ന തെളിവുകൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നാളേക്ക് ഒരു മുതൽക്കൂട്ടായി അല്ലെങ്കിൽ കോടതിയിലേക്ക് എത്തപ്പെടുമ്പോൾ ഇതൊക്കെയും ഒരു പല വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതികൾക്കടക്കം പഴുതുകൾ സൃഷ്ടിച്ച് ചെറിയ തോതിലെങ്കിലും പൂർണ്ണ മെറിറ്റിലേക്ക് പോകുമ്പോഴൊക്കെ ഇത് പ്രതിഫലിച്ചേക്കാം, സ്വാധീനിച്ചേക്കാം. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഇടപെടലുകൾ. കാരണം ബോഡി പോലും ദഹിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനിയും ഒരുപക്ഷെ തെളിവുകൾ എടുക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വീഴ്ചകളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷ, നമുക്കറിയാം, സാധാരണ പോലീസുകാർക്ക് ഇത്തരം കേസുകളൊക്കെ കൈകാര്യം ചെയ്ത് വളരെയധികം പരിചയസമ്പന്നരാണ്. 38ഓളം മുറിവുകൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാവുക, നെഞ്ചിലും കഴുത്തിലുമായിട്ട് ആഴമേറിയ, അതായത് 13 സെന്റിമീറ്റർ അധികം താഴ്ചയിൽ മുറിവുകൾ ഉണ്ടാവുക, ജനനേന്ദ്രിയം അടക്കമുള്ള ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള ആക്രമണം നടത്തുക, ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു. അല്ല, അത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള കൊലപാതകമായിരുന്നു നടന്നത്. പക്ഷെ അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് പോലീസ് അധികാരികൾ കൈകാര്യം ചെയ്തത്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ സംഭവ സ്ഥലത്തെത്തിയിരുന്നില്ല. ഇപ്പോൾ വിവാദങ്ങളായ പശ്ചാത്തലത്തിലാണ് IG അല്ലെങ്കിൽ IGയുടെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ADGയുടെ നേതൃത്വത്തിലും ഒക്കെ തന്നെയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ പോലും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയാതെ വന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കുറ്റം സമ്മതിച്ചില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്നു. അതേസമയം യഥാർത്ഥ പ്രതിയെ പിടികൂടുന്നത് വൈകും എന്ന സൂചന കൂടി ലഭിക്കുന്നുണ്ട്. വിശദാംശങ്ങൾ KM ഉമേഷ് നൽകും. ഉമേഷ്, അതായത് പ്രതിയെ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോഴൊന്നും പിടികൂടാനുള്ള സാഹചര്യത്തിലേക്ക് എത്താൻ പോകുന്നില്ല. കാരണം ആ രീതിയിലുള്ള യാതൊരു തെളിവുകളോ ശാസ്ത്രീയമായോ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയുള്ള ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തായാലും ആഭ്യന്തരമന്ത്രി സംഭവ സ്ഥലത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിച്ചേക്കാം, ക്രൈംബ്രാഞ്ച് അന്വേഷണമോ. ആ രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നീണ്ടുപോകും കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ്. ഇനിയും വളരെ പ്രതിസന്ധിയാണ് പോലീസിൻ്റെ മുൻപിൽ ഉള്ളത്. അന്വേഷണം ഏറെ നീളും. യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഇനിയും ദിവസങ്ങളെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. കാരണം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തവരാരും പ്രതികളല്ല എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇവർക്ക് ഈ കൊലപാതക കൃത്യവുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ നിഗമനം ഉള്ളത്. ആ സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് പോലീസിന് മുൻപിൽ നിൽക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അന്വേഷണം മറ്റൊരു രീതിയിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് ഇത് മാറ്റേണ്ടിയിരിക്കുന്നു.
അത് കാരണം തെളിവുകളൊന്നും തന്നെ അവശേഷിക്കാത്ത സാഹചര്യത്തിൽ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക്, മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസിന് പോകേണ്ടി വരും. സമാന രീതിയിൽ കുറ്റകൃത്യം നടത്തിയ മറ്റ് കേസുകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും പോലീസിന്. അത്തരത്തിൽ കുറ്റകൃത്യം ചെയ്ത പ്രതികളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. ആ ദിവസം അസ്വാഭാവികമായി മൊബൈൽ ഫോൺ കോളുകൾ നിരവധി വന്ന ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ആ നമ്പറിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടെത്തി അയാളുടെ പശ്ചാത്തലം തിരക്കി അത്തരത്തിൽ വളരെ നീണ്ടുപോകുന്ന ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ ഉടൻ പിടികൂടാനുള്ള വഴികൾ അടഞ്ഞിരിക്കുന്നു. ഇത് പോലീസ് ആദ്യഘട്ടത്തിൽ കാണിച്ച ജാഗ്രത കുറവുകൊണ്ട് പോലീസിന് തന്നെ തിരിച്ചടിയായിരിക്കുന്ന വസ്തുതയാണ് ഇത്. സംഭവം നടന്ന ഉടൻ തന്നെ ഇത്തരത്തിൽ പ്രതിയെ തിരിച്ചറിയാനുള്ള വഴികൾ അല്ലെങ്കിൽ അന്വേഷണ രീതികൾ അന്ന് തന്നെ പോലീസ് അവലംബിക്കണമായിരുന്നു. ഇവിടെ നിന്നും ഒരു കത്തി അല്ലെങ്കിൽ ഒരു ആയുധം, ഒരു തൊണ്ടി മുതലായിട്ട് പോലീസ് എടുത്തിരുന്നു. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഇത് ഈ കസ്റ്റഡിയിലെടുത്തവരുമായി താരതമ്യം ചെയ്തു നോക്കുകയുണ്ടായി. എന്നാൽ ഇത് അവരുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞു. ഇത്തരത്തിൽ വൈകിയ വേളയിൽ നടത്തുന്ന അന്വേഷണ രീതികൾ കൊണ്ടൊന്നും ഫലമില്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് എത്തിച്ചിരിക്കുന്നത്. കാരണം സംഭവം നടന്ന ഒരാഴ്ചയായിരിക്കുന്നു. ഇപ്പോൾ ഒരു പക്ഷേ യഥാർത്ഥ പ്രതി കടന്നു കളയാനുള്ള സാഹചര്യം പോലും തള്ളിക്കളയാനാവാത്ത അവസ്ഥയാണ് ഉള്ളത്. അപ്പോഴാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂരിലേക്ക് വീണ്ടും വരുമെന്നുള്ള സൂചനകൾ വരുന്നത്. കാരണം സർക്കാരിന് വലിയ ഒരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുന്നു, വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്നു. എന്തുതന്നെയായാലും പ്രതിയെ പിടികൂടണം, ഉടൻ പിടികൂടണം എന്നുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും പെരുമ്പാവൂരിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിൽ പ്രതിഷേധം രൂക്ഷമാവുന്നു. ഈ സാഹചര്യത്തിലൊക്കെ തന്നെയും പ്രതിയെ ഉടൻ പിടികൂടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആവശ്യം മാറിയിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് ഒരുപക്ഷെ മറ്റൊരു ഏജൻസിയെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി നടത്തും എന്ന സൂചന വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെയും അവിടെയാണ് ഉമേഷ്. കാരണം മറ്റൊരു ഏജൻസിയിലേക്ക് കൈമാറുമ്പോഴും ക്രോഡീകരിക്കപ്പെട്ട ഇതുവരെയും അല്ലെങ്കിൽ ഏതെങ്കിലും ക്രോഡീകരിക്കപ്പെട്ട തെളിവുകളൊക്കെ നൽകി കൈമാറേണ്ട സാഹചര്യമുണ്ട്. ക്രൈംബ്രാഞ്ച് വന്നാൽ കൂടി എന്ത് അത്ഭുതമാണ് ഒരു പക്ഷേ സൃഷ്ടിക്കാൻ പോകുന്നത്? ഒന്നുകിൽ കണ്ണിൽ പൊടിയിടാം, ഇപ്പോഴത്തെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ഒരു ചെറിയ തോതിലെങ്കിലും മാറ്റി വെക്കാവുന്ന ഒരു ഘട്ടം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അന്വേഷണത്തിൽ പുരോഗതിയോ അല്ലെങ്കിൽ മാജിക് ഒന്നും സംഭവിക്കാവുന്ന, കാരണം ആ തരത്തിലുള്ള ഗോൾഡൻ ടൈമെല്ലാം കൊണ്ട് നശിപ്പിച്ചത് കേരള പോലീസാണ്. അതിന് DGP അടക്കമുള്ളവർക്ക് ഒരു പക്ഷേ സമാധാനം പറയേണ്ട ഒരു സാഹചര്യം. ദളിത് പെൺകുട്ടിയാണല്ലോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല, ആ ലാഘവത്തോടു കൂടി സ്വാഭാവിക മരണം എന്ന തരത്തിലേക്ക് കുഴിച്ചു മൂടപ്പെടാം എന്നൊക്കെ കരുതിയിരുന്ന പോലീസിന് ഇന്നിപ്പോൾ രാജ്യവ്യാപകമായ അന്തർദേശീയ തലത്തിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ, വാർത്തകൾ, ആ അർത്ഥത്തിലുള്ള വലിയ സമ്മർദ്ദം രാഷ്ട്രീയക്കാരിലേക്കും വരുന്നു. സ്വാഭാവികമായും അത് പോലീസിലേക്കും എത്തുന്നു. പുതിയ സാഹചര്യത്തിൽ തടി തപ്പാമെന്ന നിലയ്ക്കല്ലാതെ മറ്റൊരു തരത്തിലും ഈ പുതിയ അന്വേഷണ ഏജൻസിയിലേക്ക് കാര്യങ്ങൾ കൈമാറിയാൽ കൂടിയും എന്തെങ്കിലും പുരോഗതി ഉണ്ട് എന്ന് നിങ്ങൾക്കടക്കമുള്ള ഇന്ന് ഫീൽഡിൽ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് വന്നാലും പുതിയ അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരത്തിലൊരു അന്വേഷണം ഒരു ഏജൻസി നടത്തി അല്ലെങ്കിൽ പോലീസ് നടത്തിയ ശേഷം മറ്റൊരു ഏജൻസിക്ക് ഏൽപ്പിക്കുമ്പോൾ ഇതുവരെയുള്ള അവർ കണ്ടെത്തിയ കാര്യങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ കൈമാറാം. അങ്ങനെയാണ് ഇതുവരെയുള്ള പല അന്വേഷണങ്ങളും നടന്നിട്ടുള്ളത്. എന്നാൽ ഇനി ക്രൈംബ്രാഞ്ചിന് എന്താണ് മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. കാരണം ഇവർ അന്വേഷിച്ച് ഒന്നും കണ്ടെത്താതെ ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ടാവുമ്പോൾ അവർക്ക് ആദ്യം മുതൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം പുനരാരംഭിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രസ്താവന മാത്രമായി നമുക്കതിനെ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാനാവും എന്നൊരു തോന്നൽ ആരുടെയെങ്കിലും ഉള്ളിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്ന് കരുതിയായിരിക്കണം അത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം വരുന്നത് എന്നതല്ലാതെ പ്രതിയെ ഉടൻ പിടികൂടാനുള്ള സാഹചര്യം വളരെ വിദൂര സാധ്യതയായി തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. കാരണം പോലീസ് അന്വേഷിച്ച് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ക്രൈംബ്രാഞ്ച് എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള ചോദ്യം വരുന്നു. ക്രൈംബ്രാഞ്ചും ആദ്യം മുതൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കണം. ക്രൈംബ്രാഞ്ചിന് മുന്നിലും ഇപ്പോൾ തെളിവുകളൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. പോലീസ് അവലംബിക്കുന്ന രീതി തന്നെ ക്രൈംബ്രാഞ്ചിനും മറ്റൊരു വിങ്ങാണെങ്കിൽ തന്നെയും ക്രൈംബ്രാഞ്ചിനും ഇതേ രീതി തന്നെ അവലംബിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നും തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ ഇല്ല. ആ സാഹചര്യത്തിൽ കേവലം പ്രതിയെ ഉടൻ പിടികൂടും എന്ന ഇവരുടെ വാദം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി മാത്രമുള്ളൊരു പ്രഖ്യാപനമായി പോകും എന്നതല്ലാതെ പ്രതിയെ ഉടൻ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എപ്പോഴായിരിക്കും പ്രതിഷേധ മാർച്ച് CPM-ന്റെ?
പ്രതിഷേധ മാർച്ച് രാവിലെ വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇനിയും വിവിധ സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് വരും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. CPIMൻ്റെയും അതുപോലെ മഹിളകളുടെ അടക്കം വനിതകളും ഇതിൽ പങ്കാളികളാവും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോഴും ഈ പ്രതിഷേധ മാർച്ചിനെ നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴും ഇവിടെ വീണ്ടും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത്തരത്തിൽ പോലീസ് സേനയെയും എല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ പോലീസിനെ എല്ലാം വിന്യസിച്ചിട്ടുണ്ട്. ജലപീരങ്കി അടക്കമുള്ള വസ്തുക്കൾ ഇപ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയില്ലെങ്കിൽ തന്നെയും ഈ പ്രതിഷേധം അടിച്ചമർത്തുന്നതിൽ യാതൊരു കുറവും ഇപ്പോഴും കാണാനില്ല എന്നതാണ് ഉമേഷ്. ആഭ്യന്തരമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുന്നത്. CPMന്റെ നേതൃത്വത്തിൽ ജിഷ വധത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് രാജ്യസഭയും പ്രശ്നത്തിൽ കേന്ദ്രത്തിനിടപെടാമെന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ അറിയിച്ചു. പ്രതികളെ കണ്ടെത്തുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയെന്ന് രാജ്യസഭയിൽ CPM അംഗം CP നാരായണൻ ഉന്നയിച്ചു. കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നും CPM പറഞ്ഞു. കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി സവർചന്ദ് ഗെഹ്ലോട്ട് പെരുമ്പാവൂരിൽ ദളിത് വിദ്യാർത്ഥി ജിഷ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം രാജ്യസഭയിൽ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. ശൂന്യവേളയിൽ വിഷയം അവതരിപ്പിച്ച CPIM MP CP നാരായണൻ രാജ്യത്തിന് തീരാക്കളങ്കമാണ് ജിഷ കൊലപാതകമെന്ന് പറഞ്ഞു. ജിഷ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാനം പരാജയപ്പെട്ടുവെന്നും CPIM കുറ്റപ്പെടുത്തി. ദളിത് പെൺകുട്ടികൾക്ക് നേരെയുള്ള പീഡനം തുടർക്കഥയായിട്ടും സംരക്ഷണം നൽകാൻ കേരള സർക്കാരിന് കഴിയുന്നില്ലെന്ന് D രാജ MPയും ചൂണ്ടിക്കാട്ടി. ജിഷ കൊലപാതകത്തെ രാജ്യസഭ ഒന്നടങ്കം അപലപിച്ചു. പ്രതികളെ വേഗത്തിൽ പിടികൂടാനും കനത്ത ശിക്ഷ നൽകാനും കേരളത്തിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ പറഞ്ഞു. ദളിത് വിഷയം കൂടിയായതിനാൽ കേന്ദ്ര സർക്കാരിന് സംഭവത്തിൽ ഇടപെടാമെന്നും ഉപാധ്യക്ഷൻ വ്യക്തമാക്കി. ദളിതരെ സംരക്ഷിക്കാൻ കേരള സർക്കാരിന് കഴിയുന്നില്ലെന്നായിരുന്നു BJP കുറ്റപ്പെടുത്തൽ. ദൈവത്തിന്റെ സ്വന്തം നാട് ബലാത്കാരികളുടെ നാടായി മാറാതിരിക്കാൻ നടപടി വേണമെന്ന് BJP MP തരുൺ വിജയ് പറഞ്ഞു. നാളെ തന്നെ പെരുമ്പാവൂർ സന്ദർശിക്കുമെന്ന് കേന്ദ്ര സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് അംഗങ്ങളാരും വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷയുടെ കൊലപാതകത്തിൽ ദില്ലിയിലും പ്രതിഷേധം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരള ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. പെരുമ്പാവൂരിൽ DYFI പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ ലാത്തിച്ചാർജ്. പോലീസ് പ്രകോപനമൊന്നുമില്ലാതെ ലാത്തി വീശുകയായിരുന്നു. കഴിവുകെട്ട ഭരണം നിലനിൽക്കുന്നിടത്തോളം നാട്ടിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും രക്ഷയുണ്ടാകില്ലെന്ന് VS. പുതിയ അന്വേഷണ സംഘം വേണമെന്നും VS. ജിഷയുടെ അമ്മയെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VS അച്യുതാനന്ദൻ. ഈ മൃഗീയമായ ബലാത്സംഗവും അതിനെ തുടർന്നുള്ള കൊലയും അറിഞ്ഞിട്ട് ഇത്രയും ദിവസം കാത്തുനിന്ന മുഖ്യമന്ത്രിയും പോലീസും അവരുടെ ഒരു തരത്തിലുള്ള ന്യായവാദങ്ങളും ശരിയല്ല, ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഖ്യമന്ത്രി പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു സംഭവം. പ്രതികൾ ഉടൻ തന്നെ പിടിയിലാവുമെന്ന്, അങ്ങനെയാണോ? ആകട്ടെ, നമുക്കെല്ലാം അത് കാണാമല്ലോ, നമുക്കത് സന്തോഷിക്കാമല്ലോ. അങ്ങനെയുള്ള കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടക്കുമായിരുന്നോ? മാത്രമല്ല സർ, വർക്കലാലും വേറെ ഒരു റേറ്റ് ഇപ്പം ന്യൂസ് വെളിയിൽ വരുന്നുണ്ട്. ഇത് കേരളത്തിൽ എന്തോ സംഭവിക്കുന്നത്? ഇപ്പം കേരളത്തിൽ ഇതേപോലുള്ള പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിവുകെട്ട ജനങ്ങളുടെ അഭിപ്രായങ്ങളെയും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ഭരണം ഇരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം ഇങ്ങനെ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തുക്കളൊക്കെ പോട്ടെ, പ്രതികളെ പിടികൂടാൻ പറ്റാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയല്ലേ? നല്ല സംശയമുണ്ടോ? അത് അങ്ങനെയാണെങ്കിൽ ഇവരെ തന്നെ വെച്ച് തന്നെ അന്വേഷണം ഒരു കാര്യമില്ല. പുതിയ ഒരു ടീമിനെ വച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയാലേ സത്യസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനുള്ള ആത്മാർത്ഥത ഈ ഗവൺമെന്റിനുണ്ടോ? ആ മന്ത്രി തന്നെ, മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്നിട്ട് പത്രക്കാരെയും പ്രവർത്തകരെയും എല്ലാം തന്നെ ആട്ടിയോടിക്കുകയല്ലേ ചെയ്തത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി. കേസിന്റെ ഗൗരവമനുസരിച്ച് നിയമ നടപടി മുന്നോട്ട് പോകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചാൽ ജിഷയുടെ സഹോദരിക്ക് ജോലി നൽകും. എന്നാൽ മറ്റ് ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല.
അവർ കണ്ടു. അവരുടെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള സംഗതിയാണ്. ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതായിരിക്കും. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം, ആ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഏക വ്യക്തി ഈ മരിച്ച സഹോദരിയാണ്. ആ സഹോദരിക്ക് ഗവൺമെൻറ് ജോലി എന്നുള്ളതാണ് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ആ കുടുംബവും ആഗ്രഹിക്കുന്ന അതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരത്തോടു കൂടി ഗവൺമെൻറ് കൊടുക്കുന്നതായിരിക്കും. ഔദ്യോഗിക തലത്തിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല. ഔദ്യോഗിക തലത്തിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടില്ല. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തത് PG വിദ്യാർത്ഥി. ഇത്തരത്തിൽ ആദ്യം മുതൽ നമ്മൾ ഈ സംഭവത്തിന്റെ ഗൗരവവും അതിന്റെ കുറ്റവാളികളെ കണ്ടെത്തലും ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അതൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. ഈ സംഭവം അറിഞ്ഞ അപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി സീനിയർ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിനുള്ള നടപടികളെടുത്തു. ഒരിക്കലുമില്ല, ഒരു പ്രശ്നവും. ജിഷമാർക്കല്ല ക്രിമിനലുകൾക്കാണ് കേരളത്തിൽ സംരക്ഷണം ലഭിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്നും പിണറായി വയനാട്ടിൽ വ്യക്തമാക്കി. പോലീസിൽ തന്നെ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നവർക്കും ക്രിമിനൽ സ്വഭാവമുള്ളവർക്കുമാണ് മുൻഗണന എന്ന അവസ്ഥ വന്നില്ലേ? അതിൻ്റെ എല്ലാം ഫലമല്ലേ ഇത്? പാവപ്പെട്ട ജിഷമാർക്ക് രക്ഷയില്ലാത്തത് ഇത്തരം പോലീസ് നാട്ടിലുള്ളത് കൊണ്ടല്ലേ? ഇങ്ങനെ പോലീസ് അധപ്പതിച്ചത് 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണല്ലോ. ക്രമസമാധാനം തകർത്തു കളഞ്ഞില്ലേ? അതിൻ്റെ ഭാഗമല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്.